നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ വഴിമുട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മിക്ക സർവീസുകളും റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 1:10 അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട വിമാനവും കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പുലർച്ചെ പോകേണ്ട വിമാനവും കണ്ണൂരിൽ നിന്ന് ദമാമിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. ഇതോടെ പ്രതിഷേധവുമായി യാത്രക്കാരും എത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ 8:50 മസ്കറ്റിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. കരിപ്പൂരിൽ റദ്ദാക്കിയത് 3 സർവീസുകളാണ്. അൽ-എൻ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് റദ്ദാക്കിയത്. രാവിലെ 8 പുറപ്പെടേണ്ട അൽ-എൻ സർവീസ്, 8:50 ജിദ്ദ, 9:30 ദോഹ എന്നിവയാണ് റദ്ദാക്കിയ സർവീസുകൾ. 8:30 പുറപ്പെടേണ്ട തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു. കണ്ണൂരിൽ 4 സർവീസുകളാണ് റദ്ദാക്കിയത്. ഷാർജ, അബുദാബി, ദമാം, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് റദ്ദാക്കിയത്. കരിപ്പൂരിൽ നിന്നുള്ള 2 സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. സലാല, റിയാദ് വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ നിന്നും ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പ്രതിസന്ധിയിലായത്. 200-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ തടസ്സപ്പെട്ടേക്കുമെന്ന് കാണിച്ച് കമ്പനി സിഇഒ അലോക് സിംഗ് ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചിരുന്നു. നിയന്ത്രിത ഷെഡ്യൂൾ ഏർപ്പെടുത്താൻ കമ്പനി നിർബന്ധിതമാകണമെന്ന് അലോക് സിംഗ് അറിയിച്ചു. വരും ദിവസങ്ങളിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ജീവനക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധരാണെന്നും അലോക് സിംഗ് വ്യക്തമാക്കി. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാർ കൂട്ടെ അവധിയെടുത്തതിൽ പ്രതിഷേധിച്ച സംഭവത്തിൽ നടപടിയുമായി വിമാന കമ്പനി രംഗത്ത് വന്നിരിക്കുകയാണ്. സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 25 ക്യാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി പിരിച്ചുവിട്ടു. കൂടുതൽ ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. പ്രശ്ന പരിഹാരത്തിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് കമ്പനി സിഇഒ അലോക് സിംഗ് ക്യാബിൻ ക്രൂവുമായി ഇന്ന് ഗുഡ്ഗോവയിൽ ചർച്ച നടത്തും. മെയ് 13 വരെ പ്രതിസന്ധി തുടർന്നേക്കുമെന്നും ഓരോ ദിവസത്തെയും 40ഓളം സർവീസുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്നലെ 91 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. 102 സർവീസുകളാണ് വൈകി ഓടിയത്. അസുഖം ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കൂട്ട അവധി വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമായാണ് മനസ്സിലാക്കുന്നതെന്നും ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് എംപ്ലോയീസ് സർവീസ് റൂളുകൾ ലംഘിക്കുന്ന നടപടിയാണെന്നും ക്യൂ അംഗങ്ങളെ പിരിച്ചുവിടണമെന്നുമുള്ള കത്തിൽ കമ്പനി പറയുന്നു. ഒരു ന്യായവുമില്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്നും വിട്ടുനിന്നു. ഇതിന്റെ ഫലമായി ധാരാളം വിമാനങ്ങൾ റദ്ദ് ചെയ്യേണ്ടി വന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നടപടി കമ്പനിയുടെ ഏറ്റവും വിലപ്പെട്ട യാത്രകൾക്ക് വലിയ അസൗകര്യം സൃഷ്ടിച്ചുവെന്നും ഇവരുടെ പ്രവൃത്തി പൊതു താൽപര്യത്തിനെതിരെ ആയിരുന്നുവെന്നും മാത്രമല്ല കമ്പനിക്ക് നാണക്കേട് ഉണ്ടാക്കുകയും ധനനഷ്ടം വരുത്തുകയും ചെയ്തുവെന്നും കത്തിൽ പറയുന്നു. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്തതോടെയാണ് എയർ ഇന്ത്യ സർവീസ് പ്രതിസന്ധിയിലായത്. 200-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാർ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ റദ്ദാക്കിയത്. അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയത് മൂലം 100 കണക്കിന് യാത്രക്കാർക്കാണ് ദുരിതത്തിലായതും.